പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ ഏറ്റവും വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവസഭ അല്ലെങ്കിൽ സഭ എന്ന പദം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സനാതനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതൽ സഭ എന്ന മർമ്മം മറഞ്ഞു കിടന്നിരുന്നു. എഫേസ്യർ 3:1 മുതൽ 11 വരെ. യഹൂദ, ബാബിലോണിയ, റോമൻ മതങ്ങളുടെ അനുകരണമോ അനുബന്ധമോ പൂർത്തീകരണമോ ആയിരുന്നില്ല. AD 30 പരിശുദ്ധാത്മാവിനാൽ രൂപം കൊണ്ട ക്രൈസ്തവ സഭ ദൈവിക വെളിപ്പാടിൻ്റെ പൂർണ്ണതയായി ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടുന്ന ആത്മീയ സൗധമാണ് സഭ. അതായത് ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷാകര പദ്ധതിക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെയാണ് സഭ രൂപം കൊണ്ടത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:47 എന്നതാണ് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. സഭ ക്രിസ്തുവിൻ്റേതാണ്. രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. സഭ എന്ന പദം ത്തിൻ്റെ അർത്ഥം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്. എക്ലീസിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സഭ എന്ന വാക്കുണ്ടായത്. എക്കാലയോ അഥവാ വിളിച്ചു വേർതിരിക്കുക എന്ന ധാതുവിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹം എന്നതാണ് എക്ലീസിയയുടെ അർത്ഥം. ഏതൻസിലെ അസംബ്ലി എക്ലീസിയ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സെപ്റ്റോജിൻറ്റിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എക്ലീസിയയ്ക്ക് തുല്യമായി ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം കാഹൽ എന്നതാണ്. പുതിയ നിയമത്തിൽ 115 പ്രാവശ്യം എക്ലീസിയ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയിൽ 110 സഭയെ കുറിക്കുന്നു. ഇതിൽ ജനസംഘം അപ്പോസ്തല പ്രവൃത്തി 19:32, ധർമ്മസഭ 19:39, മരുഭൂമിയിലെ സഭ അപ്പോസ്തല പ്രവൃത്തി 7:38, സഭ അപ്പോസ്തല പ്രവൃത്തി 19:4, എബ്രായർ 2:12 എന്നീ ക്രിസ്തു സഭയെ ഉദ്ദേശിച്ചല്ല. പരിശുദ്ധാത്മാ സ്നാനത്താൽ പരസ്പരം ക്രിസ്തുവിനോടും ചേർക്കപ്പെട്ട വിശ്വാസികളെ മുഴുവൻ സഭ ഉൾക്കൊള്ളുന്നു. അഥവാ സഭ